മനസ്സറിഞ്ഞ് സഹായിക്കണം. നിങ്ങളും സമാധാനപ്പെടും. ജീവിതം സാർ ഇപ്പോഴും ഔട്ട് ഓഫ് റേഞ്ച് ആണ്. ഞാൻ കരുതി ഓള് ഫോൺ എടുത്തത്. മനുഷ്യന് മുന്നിൽ ഒരു മക്കാറാക്കലേ മോനെ. സോറി സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. റെക്കോർഡഡ് മെസ്സേജ് ഉണ്ട്. യെസ്, തമിഴിലാണ് സാർ. അപ്പോ ഒത്തിരി ദൂരം പിന്നിട്ടിരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആനപ്പാറ കഴിഞ്ഞാലും തമിഴ്നാടല്ലേ. വണ്ടിയിൽ പെട്രോൾ എത്ര കാണും? ഡീസലാണ് സാർ, ഫുൾ ടാങ്ക് ഉണ്ടാവും. തോളി തൂക്കിക്കൊണ്ട് വരുമ്പോ നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ. ഇത്ര വേണ്ട. 4-5 ദിവസം ഇവിടെ പട്ടിണി കിടക്കുമ്പോ താനെ മെലിഞ്ഞോളും. 11 മണിക്ക് ജ്യൂസ് എന്ന് പറയുമ്പോ ഇവിടെ എവിടെ കിട്ടാനാ? ഹലോ, എങ്ങനെയുണ്ട് നമ്മുടെ AC റൂം പരവതാനി? തൽക്കാലം ഒന്ന് സഹകരിക്കണേ. ബോധം പോയാൽ തിരിച്ചു വരാൻ ഇത്രയും സമയം എടുക്കൂ? ചിലപ്പോ ബോധക്കേടോടുകൂടി ഉറങ്ങിയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നേരം വെളുത്തല്ലോ. ഉണരൂ വേഗം നീ സുമറാണി. നല്ല ഭംഗിയുണ്ടല്ലോ ഉറങ്ങണ കാണാൻ. നല്ല രസം. രാത്രി മുഴുവൻ ഉറങ്ങാത്തോണ്ടായിരിക്കും നല്ല ഉന്മേഷം. നന്നായി ഉറങ്ങിയത് കൊണ്ടായിരിക്കും കുട്ടിക്ക് ക്ഷീണം. പാവം. ഉണന്നാ എന്നാ നീയായിരുന്നോ അഴിച്ചുവിടാ എന്നെ? ദ്രോഹി എന്നെ അഴിച്ചുവിടാൻ. ദൈവമേ, എനിക്കിന്ന് ഷൂട്ടിംഗ് ഉള്ളതാ. മറ്റന്നാ മുതൽ ഗൾഫ് പ്രോഗ്രാമിന്റെ റിഹേഴ്സലാ. ചന്ദേ, പട്ടി എന്നെ അഴിച്ചുവിടാൻ. മനുഷ്യ പിശാചേ, എന്നെങ്കിലും കെട്ടിയിട്ട് കൊല്ലാതടാ. അഴിച്ചുവിടറാ, അഴിച്ചുവിടാൻ. അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചത് നല്ല പുളിച്ച തെറിയാ. ഈ സിനിമാക്കാരൊക്കെ നല്ല സ്റ്റാൻഡേർഡ് അല്ലേ? അതെ, ഒറ്റ കിടപ്പ് കിടന്നുകൊണ്ടാ ബോറടിച്ചത്. ഇനി കുറെ നേരം ഇങ്ങനെ നിൽക്കാം. പുറയിലൊരു കട്ടില് കെട്ടിവെച്ചെന്നും തോന്നും. അത്രേ ഉള്ളൂ. ലോകത്തൊരു കിഡ്നാപ്പറും ഇത്ര മനസാക്ഷി കാണിച്ചിട്ടുണ്ടാവില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? എന്തിനാ മുഖത്ത് തുപ്പാനാ? അല്ല, ചില സിനിമയിലെ കണ്ടിട്ടുണ്ടേ. സമ്മതിച്ചു. തറയാ, തറ തന്നെ. എന്താണ് ഈ ചെറുക്കൻ മിടുക്കാണ് ചേട്ടാ. മുൻഷി വരുന്നുണ്ട്. ചായ. കട്ടനാണല്ലോ. ഇവിടെ ഇരുന്നോ? ണല്ലോ. എല്ലാവർക്കും കൂടെ അകത്തിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാ. മോളെ, കട്ടൻ ചായ ബാക്കി അമ്മ എടുത്തോണ്ട് വരാം. ശരി അമ്മ. ഷൂട്ട് ചെയ്തോട്ടെ. കട്ടൻ ചായ തന്നോ. പോലീസ്. അയ്യോ, പോലീസ്. എന്നെ കണ്ട ആരും ഭയന്ന് ഓടണ്ട. ആരെ അറസ്റ്റ് ചെയ്യാനോ തല്ലാനോ വന്നതല്ല. ഒന്നുമില്ല, നിങ്ങൾ പോരെ, എല്ലാരും പോരെ, ഒരു കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഇരിക്കേ. സാർ ഇരിക്കണം. എല്ലാവരും ഇരുന്നോളൂ. എന്നോടൊപ്പം ഇരുന്ന് വാർത്ത കാണാനുള്ള ഒരു അവസരം ഞാൻ തരാം. നന്ദിയുണ്ട് സാർ. ഈ അസുലഭ നിമിഷം പേടികാരനാരും നഷ്ടപ്പെടുത്തണ്ട. ഇല്ല സാർ, ഒരിക്കലും. ചേച്ചി വാർത്ത ഇല്ല, വേഗം വാ. സാർ നമസ്കാരം. നമസ്കാരം മോനെ. അറിയാതെ മാറിയിരിക്കടാ. സാറേ നമസ്കാരം. അവന്റെ ഒരു ഇന്നലെ ഞാൻ വന്നപ്പോ ഒരു സാധനം ഇവിടെ വെച്ച് മറന്നുപോയി. കുട്ടിയത് കണ്ടോ? എന്താ? എന്റെ ഹൃദയം. അമ്മ അതെടുത്ത് അടുപ്പിലിട്ടു. ഏട്ടനെ ഞാൻ പിടിക്കില്ല. പിടിച്ചാലും ഞാൻ തല്ലില്ല. തല്ലിയാലും ഞാൻ നോവിക്കില്ല. പക്ഷെ സഹകരിക്കണം. എന്താ? സഹകരിക്കണം. അച്ഛാ, നമസ്കാരം. പ്രധാന വാർത്തകൾ. സുപ്രസിദ്ധ സിനിമാ താരം സ്നേഹയെ തട്ടിക്കൊണ്ടുപോയി. അനിശ്ചിതകാലമായി തുടർന്ന ബസ് സമരം ഒത്തുതീർപ്പായി. ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ത്യക്ക് വിജയം. വാർത്തകൾ വിശദമായി. മാമംഗലത്ത് കാർത്തിക സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതിവിദഗ്ധമായ രീതിയിൽ സ്നേഹ കടത്തപ്പെട്ടത്. നല്ല കൊച്ച്.
ഐരാണിക്കര ഗ്രാമത്തിലെ ജീവൻ എന്ന സിനിമാ മോഹിയായ ഒരു ചെറുപ്പക്കാരനാണ് സ്നേഹയെ തട്ടിക്കൊണ്ടുപോയത്. ഒരു സ്നേഹം. മാതൃസ്നേഹത്തിന്റെ പരമോന്നതയിലാണ് ആ മാതാവ്. ആ മനസ്സ് വരാൻ മീൻ പിടയുമ്പോൾ വളരെ നാടകീയമായ രീതിയിലാണ് ഇത് സംഭവിച്ചത്. ഈ രംഗമാണ് അവസാനമായി സ്നേഹയെ വെച്ച് ചിത്രീകരിച്ചത്. കാർ പോർട്ടിഗോയിൽ നിർത്താനായിരുന്നു സംവിധായകൻ മഹേന്ദ്രൻ പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അതിവേഗത്തിൽ കാർ സ്റ്റുഡിയോ കടന്നു പോവുകയാണ് ഉണ്ടായത്. ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടായിരുന്ന ടെക്നീഷ്യൻസ് വണ്ടിയുടെ പുറകെ ഓടി തടയാൻ ശ്രമിച്ചെങ്കിലും ഡ്രൈവിംഗിൽ അതിവൈദഗ്ധ്യം കാട്ടിയ ജീവന്റെ മുന്നിൽ സിനിമാ പ്രവർത്തകർ പതറിപ്പോവുകയാണ് ഉണ്ടായത്. വണ്ടി ഓടിപ്പിൽ അവനെ ആരാ ജയിക്കാ അല്ലേടാ? അതെ അതെ, അസാധ്യ ഡ്രൈവിംഗ്. അവനെ കിട്ടിയിരുന്നെങ്കിൽ പോലീസ് എടുക്കായിരുന്നു. പൂർത്തിയാവുന്നു. ജീവന്റെ സംഘത്തിൽ കൂടുതൽ ആൾക്കാരുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു. ഒരുമാതിരി വൃത്തിയോട് പറയരുത്. എന്റെ മോൻ ഒറ്റക്കാ ചെയ്തത്. അതിനുള്ള തന്റെ അവനുണ്ട്. അഭിമാനി അച്ചക്കൻ. ജീവൻ ഒരു മാനസിക രോഗിയാണെന്ന അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ ഒരു തീവ്ര പ്രണയത്തിന്റെ പേരിലാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ എന്നും ചില സൂചനകൾ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തു നിന്നും അറിവായിട്ടുണ്ട്. ചെക്കൻ പാണി പറ്റിച്ചു. ഗോഡ് ബ്ലസ് യു. കുളിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് കയറും പിടിച്ചിരിക്കുമ്പോ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്നറിയോ സ്നേഹേ? നിന്റെ തമ്പ് ചത്തുമില്ലെന്ന് നടക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് വലിയ 2 പശുക്കളുണ്ടായിരുന്നു. ഞാനാ മേയ്ക്കാൻ കൊണ്ടുവരുന്നത്. വയലിൽ മേയാൻ വിട്ടിട്ട് കരയിൽ കയറും പിടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ആ പശുവിനെ കുളിപ്പിക്കുന്നത് ഞാനായിരുന്നു. ദേഹത്ത് വെള്ളം വീഴുമ്പോ അത് മൂത്രമൊഴിക്കും. നല്ല രസമായിരുന്നു. എന്താ പശു അല്ല, എന്താ സ്നേഹ പറഞ്ഞേ? ചേട്ടാന്ന് വിളിച്ചതാ. ചേട്ടാ എന്നെ ആക്കിയതല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര പെട്ടെന്ന് ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നി തുടങ്ങുന്നതല്ലേ? അതിൽ അത്ഭുതമൊന്നും ഇല്ലാട്ടോ. ഇങ്ങനൊരു മിടുക്കനെ ഏത് പെണ്ണ ഇഷ്ടപ്പെടാത്തെ? അത്രേ ആളുകളുടെ മുമ്പിൽ വെച്ചല്ലേ തട്ടിക്കൊണ്ടുപോകുന്നത്. ഭയങ്കര കാറോടിപ്പ് തന്നെയാട്ടോ. എന്നെ ഇവിടെ കൊണ്ടുവന്ന് മാനഭംഗപ്പെടുത്താനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു രാത്രി കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി, പെൺകുട്ടികളെ നശിപ്പിക്കുന്ന ഒരു കശ്മലനല്ല ഈ ജീവനെന്ന്. പക്ഷേ എനിക്ക് ഇനിയും മനസ്സിലാക്കാനുണ്ട്. എല്ലാം മനസ്സിലായി കഴിയുമ്പോ എന്റെ ജീവനും ആ ജീവനും ഒന്നാവും. ഒന്ന്. ഒരു നിമിഷം കണ്ണടച്ചിരുന്നാൽ സ്നേഹത്തിന്റെ ഈ റാണി അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. ഒരു നിമിഷമല്ല, ഒരു യുഗം വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ തപസ്സിരിക്കും. സ്നേഹേ വന്നോ? സ്നേഹം വന്നോ? സ്നേഹേ വന്നോ? സ്നേഹം വന്നോന്ന്. സ്നേഹേ സ്നേഹേ സ്നേഹേ. ഹലോ. കഴുത്തിലെ കെട്ട് നന്നായി മുറുക്കി താടാ. ഇതിലും ഭേദം ചാവുന്നതാ. അയ്യടി, കൊല്ലാനല്ല ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടൊന്ന് കെട്ടിട്ടിരിക്കുന്നത്. മരിക്കണോ? അത് നമ്മൾ ഒരുമിച്ച്. ജീവിക്കണോ? അതും നമ്മൾ ഒരുമിച്ച്. ഇത് നോക്ക് നവദമ്പതികളെ. ഇനി പറ, ഞാൻ നിന്റെ ആരാ അല്ലെങ്കിൽ നീ എന്റെ ആരാ? സിനിമയിൽ ആരെല്ലാം എന്നെ കല്യാണം കഴിക്കുന്നുണ്ട്, അവർക്ക് ഭർത്താവാകൂ. എടി പ്രാന്തി, ഇത് അങ്ങനെയല്ല. ഞാൻ സ്നേഹിച്ചതാ, ആരാധിച്ചതാ. അതിനിടയ്ക്കായി താലി കെട്ട്.
ഞാൻ മനസ്സിൽ കൊണ്ട് കെട്ടിയതാ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നാളോ അഴിക്കണ്ടെന്ന്. അപ്പൊ നീ എന്നും പറഞ്ഞ് ചിരിച്ച്. ഇത് പ്രാന്തൊന്നുമല്ല പെണ്ണെ, പ്രേമ, നല്ല അസല് പ്രേമം. നീ നിന്റെ കുടുംബവും മുടിഞ്ഞു പോകത്തുള്ളടാ. ഈ തല്ലിയത് മുഴുവൻ നിന്നെയാ. എന്നെ തെറി വിളിച്ചോ ശപിച്ചോ എന്റെ അച്ഛനും അമ്മ ഒന്ന് പറയുന്നു. ഇങ്ങനെ പട്ടിണി കിട്ട് കൊല്ലുന്നതിൽ എന്നെ ഒറ്റയടിക്കാൻ കൊല്ലടാ. നീ കടിച്ചത് വേണ്ട. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട. ബ്രെഡിനോട് എന്തെങ്കിലും സൈഡ് ഡിഷ് കിട്ടുമോ? വയ്യടാ, ഇതൊന്നും ഒപ്പിച്ചോടെ എനിക്കറിയാം. വണ്ടിയിലിട്ട് ഒതുക്കിയിട്ടാ ഭക്ഷണം വാങ്ങണം, കെട്ടിടാം, കയറ്, അങ്ങനെ പലതും. എന്റെ അമ്മോ, ഒരറ്റത്ത് പോലീസിനെ പേടി, പിന്നെ നീ ഇറങ്ങി ഓടുമെന്നുള്ള പേടി, പിന്നെ സിനിമാക്കാരെ. ടെൻഷന്റെ ഇടയിൽ ഒപ്പിച്ചതാ ഇത്രയും. അപ്പോഴവളുടെ ഒരു ചൈൽഡ് ഡിഷ്. ആ ഇപ്പൊ ഇത്ര മതി. എത്ര ദിവസം ഇങ്ങനെ പോകേണ്ടി വരും അറിയില്ലല്ലോ. വെള്ളം നടന്നു ഇഷ്ട. ഓക്കെ, കുറച്ചുകൂടെ താടാ. ആ വെള്ളം കുറച്ച് കുടിച്ചാ മതി. എപ്പോഴും മൂത്രം വയ്ക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന് കാവൽ നിൽക്കാൻ പറ്റില്ല. തെണ്ടി പട്ടി ശവം. ആ സദ്യ ഉണ്ടതല്ലേ, ഉറക്കം വരും. ഉറങ്ങിക്കോ. ആ പതുക്കെ. സ്നേഹേ വാവോ സിൽമന്നടി സ്നേഹേ വാവോ. നേരത്തെ ഞാൻ താലി കെട്ടിയെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. നമ്മുടെ ആദ്യ രാത്രിയും കഴിഞ്ഞു. പിന്നെ നീ ഗർഭിണിയായി. അതിസുന്ദരിയായ ഒരു മോളെ നീ പ്രസവിച്ചു. ഒത്തിരി ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ വാങ്ങി. മോൾക്ക് പേരിടാൻ വേണ്ടി ഒരു ഉഗ്രം പേര് വരെ സെലക്ട് ചെയ്തു. എന്താ പേരെന്നറിയോ? ജീഹ. ജീവന്റെ ജീയും സ്നേഹയുടെ ഹായും. ജീഹ. ആഹാ. അപ്പോഴേക്കും എനിക്ക് പ്രാന്താന്നും പറഞ്ഞ് അച്ഛനും എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒടുവിൽ ആ ഡോക്ടർ എന്നെ രക്ഷിച്ചത്. ആഹാ, ഉറങ്ങിയ. എന്നാ ബാക്കി പിന്നെ പറയാട്ടാ. സ്നേഹേ ശ്രീ സ്നേഹേ. പരമദ്രോഹി കിടക്കണണ്ടില്ലേ. ദൈവമേ, ഒരു ബോംബ് കിട്ടിയിരുന്നെങ്കിൽ അവന്റെ തലയിൽ വെച്ച് പൊട്ടിക്കായിരുന്നു. ചെതറണം. Out of range. Still the message in Tamil? Yeah. See, Mr. Nambiar, you are all playing with my life. This is the third day after missing. You are the responsible person. Tell me, where is she? എന്റെ കീശയിലുണ്ട്. ഇയാക്കെന്ന തലയ്ക്ക് ഓളമുണ്ടോ? ഞാനാണോ ഓളെ തട്ടിക്കൊണ്ട് പോയത്? നിങ്ങളാണ് ഇപ്പൊ എനിക്ക് നഷ്ടം അറിയേണ്ടത്. എന്റെ 1.5 കോടി രൂപ വെള്ളത്തിലായത്. ഒന്നിനെ ഞാൻ വെറുതെ വിടൂല. Alex, 1 minute. നമ്പ്യാരെ, നിങ്ങൾ ഇങ്ങനെയായാലും എന്റെ ധൈര്യം പോകും. എന്റെ കായ്. പ്ലീസ്. നോക്കിക്കോ, സ്നേഹിച്ച് ജീവേട്ടൻ തന്നെ കല്യാണം കഴിക്കും. എന്നിട്ട് നീ സിനിമയിൽ പാടുവോ? അത് ഉറപ്പല്ലേ? ഒളിക്കാം. പേടിച്ചു പോയോ? ഇല്ല, ഭയന്നു പോയി. നർമ്മം ഇതെനിക്ക് ഇഷ്ടമാണ്. എന്റെ ജാതകത്തിൽ തന്നെ ഉണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ടായിരിക്കും എന്റെ കല്യാണം. അയച്ചോട്ടെ. എന്തോന്ന്? ബന്ധുക്കളെ ആലോചിക്കാൻ. പക്ഷെ സഹകരിക്കണം. ഇത്രയും കാലം ഞാൻ അന്വേഷിച്ച് നടന്നത് എന്നെ പോലെ വണ്ണമുള്ള ഒരു സുന്ദരിക്ക് വേണ്ടിയായിരുന്നു. ഇപ്പൊ കിട്ടി. അതെ, സഹകരിക്കോ? അവൾ പറന്ന് പോനാളെ ചഞ്ചഞ്ചം. ഇന്ന് ആരെങ്കിലും പീഡിപ്പിച്ച ചായ 10 ദോശ വേണം. പൈസ പിന്നെ തരാം. ശരിയാക്കി കൊടുക്കാം. വാടാ. എന്താ മോളെ കരയുന്നത്? നിങ്ങളൊക്കെ എന്റെ ആരാ? ഞാൻ ചേട്ടൻ. ഞാനും ഏട്ടൻ. ഞാൻ അമ്മാവൻ. ഞാനും അമ്മാവൻ. ഞാൻ കൊച്ചച്ഛൻ. അതേത് വകയില്? കാറ്റാച്ചൻ. അല്ല, ഒരാപത്ത് വന്നപ്പോ അച്ഛന്റെ സ്ഥാനത്തും ഒരാളായിക്കോട്ടെ എന്ന് കരുതി. ലോക്കൽ ഗാന്ധിയൻ. നല്ല വേള അച്ഛൻ എന്ന് പറയാത്തത്. തമാശകളാ. അനിയത്തിക്ക് എന്താ പറ്റിയത്? സാറേ, ആ ജീവന്റെ വിവരം കിട്ടിയെന്ന് വെച്ചിട്ട് മോളിൽ നിന്ന് വിളിയോട് വിളിയാ. ഓ, അവനെ ഒന്നും പിടിക്കാൻ പറ്റില്ലടോ. ഇനി പിടിച്ചാൽ മതിയാവുമെങ്കിൽ മുകളിലുള്ളവരോട് പോയി പിടിക്കാൻ പറ. ഞാൻ വേറൊരു കേസിന്റെ പുറകില. അതെന്ത് കേസാ സാർ? അതിപ്പോ ഞാൻ എന്താ സാർ?
കാക്കിക്കുള്ളിലെ കാമുകനെ കാണാൻ വൈകിപ്പോയി. ഒറ്റയ്ക്കൊന്ന് കാണണം തെക്കേപ്പാടത്തെ കുളക്കടവിൽ. ഞാൻ സഹകരിക്കാം. പിടികിട്ടി, കോംപ്രമൈസിന് വിളിച്ചിരിക്കുന്നു. അവൻ എല്ലാരും കൂടെ കൊണ്ടാ സ്പോട്ടിലേക്ക്. എന്നെ ഒറ്റക്കാ ക്ഷണിച്ചിരിക്കുന്നത് മഫ്തിയിൽ. എല്ലാവരും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ശരി, എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു. നിങ്ങളെന്ന് എന്ത് ചെയ്യാൻ പോയാണ്? കാരണം ഞങ്ങളൊരു സുന്ദരൻ ചെറുപ്പക്കാരനാക്കാൻ പോവുകയാണ്. പക്ഷേ സഹകരിക്കണം. മീശയൊക്കെ എടുത്തു കളഞ്ഞ് അമിതാഭ് ബച്ചനെ പോലെ ആക്കാൻ പോവുക. പക്ഷേ സഹകരിക്കണം. തലമുടിയുടെ ഷേപ്പൊക്കെ മാറ്റി ഷാരൂഖ് ഖാനെ പോലെ ആവണം. പക്ഷേ സഹകരിക്കണം. ഈ കയ്യിൽ നിന്ന് ഒരു 5 കിലോ വീതം കളഞ്ഞ സ്ലിം ആവും. പക്ഷെ സഹകരിക്കണം. ഈ വയറിൽ നിന്ന് ഒരു 15 കിലോ കളഞ്ഞ ഋതിക് റോഷനെ പോലെ ആവും. പക്ഷെ സഹകരിക്കണം. കാര്യം മനസ്സിലായി. താങ്ക്സ്. ഞാൻ സഹകരിക്കാം. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഞാൻ സ്നേഹിയാണ്. ഞങ്ങൾ പിള്ളേരെ. അപ്പൊ സ്നേഹമില്ലാത്ത സ്നേഹിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം അല്ലേ? രക്ഷപ്പെടുത്താം. ഈ വഞ്ചന ഞാൻ സഹിക്കില്ല. ഇനി വിളിക്കില്ലോ. ബെല്ലടിക്കുന്നുണ്ട്. റിങ് ചെയ്യുന്നു. യെസ്, റിംഗിങ്. തലവര നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കാം. ഹലോ, ഓള് ഓള് സ്നേഹമോളെ, ഇത് ഞാനാ നമ്പ്യാര്. ഇങ്ങളെന്തെങ്കിലും മിണ്ടപ്പാ. ഈടെല്ലാരും ടെൻഷനില്ല മോളെ. മോളല്ല, മോനാ. ജീവൻ മോൻ. പ്രൊഡ്യൂസർ സാറേ, ഇത് ജീവനാ. നിങ്ങൾക്കൊക്കെ സ്നേഹേ മതി എന്ന് എനിക്കറിയാം. എന്റെയും പ്രശ്നം അതാ. എനിക്കും സ്നേഹേ മതി. എടാ പന്ന ഇടിയട്ടെ, നിന്റെ ഞാൻ ഭൂമി വെച്ചേക്കില്ല. അല്ലെങ്കിൽ ഞാനിപ്പോ ഭൂമിയിലല്ല. നിന്നെ ഞാൻ പീസ് പീസ് ആക്കൂടാ റാസ്കൽ. വിടാനാ പറഞ്ഞു നിങ്ങളോട്. തരാം. ജീവ, ഇത് ഞാനാ, മഹേന്ദ്രൻ. സാർ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്കെന്ത് വിശേഷം? വിശേഷങ്ങളൊക്കെ ഉണ്ടാക്കിയ ജീവനല്ലേ? ജീവൻ, സത്യം പറയണം, നിങ്ങളിപ്പോ എവിടെയാണ്? ഞാനൊരു മരത്തിന്റെ മുകളിലാ. ഇവിടെ ഫോണിന് റേഞ്ച് ഉള്ളൂ. സ്നേഹയെ താഴെ കെട്ടിയിട്ടിരിക്കുക. ജീവ, അതെ, സ്നേഹവുമായി ഞങ്ങൾക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും സാർ. ഒന്നുകിൽ ഞാൻ ഫോൺ താഴേക്ക് ഇട്ട് കൊടുക്കണം, അപ്പൊ റേഞ്ച് പോവും. അല്ലെങ്കിൽ സ്നേഹം മരത്തിന്റെ മേളിലേക്ക് വരണം. കട്ടിലോട് കൂടി സ്നേഹയെ മരത്തിന്റെ മുകളിലെത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് സാർ. ജീവ, നിന്നോട് സ്നേഹവും താല്പര്യവും ഒക്കെ ഉള്ള വ്യക്തിയാണ് ഞാൻ. അത് കളയിക്കരുത്. സാറിന് എന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്നോടുള്ള സ്നേഹം അതിലൊക്കെ വലുതല്ലേ സാർ? എന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ?
എന്തായി? ഒരു കുന്തുവായില്ല. എനിക്കിപ്പോ പേരിലുള്ളൂ സാർ ജീവൻ. എന്റെ ജീവൻ എനിക്ക് തിരിച്ചു വേണം, ഒപ്പം ഒരു ജീവിതവും. അത് സാറിന് തരാൻ പറ്റുമോ? ഞാനല്ലേ പറയുന്നത്, എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, എല്ലാം നമുക്ക് ശരിയാക്കാം. എങ്കിൽ എനിക്ക് 1 മണിക്കൂർ സമയം തരണം. അതിനുശേഷം ഞാൻ റേഞ്ചിലുണ്ടാവും. ദാറ്റ് മീൻസ് മരത്തിന്റെ മേളിലുണ്ടാവും. ആ അടിച്ചു പൊളിച്ചൊരു പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയാന്ന് കരുതിയിട്ടാ. മനസ്സിലായില്ലല്ലേ? മഹേന്ദ്രൻ സാർ സമ്മതിച്ചു. ഇനി സസ്പെൻസ് വേണ്ട, ഞാൻ പറയാം. എനിക്കൊരു ജീവിതം തരാന്ന് സാർ പറഞ്ഞു. എന്ന് പറഞ്ഞ നമ്മുടെ യെസ് ശരിയാക്കാന്ന് സാർ സമ്മതിച്ചു. തന്നെ മോഹ സ്വപ്നം ഒന്നും നടക്കില്ല. എന്റെ വിവാഹം നേരത്തെ തീരുമാനിച്ചതാ. അപ്പൊ ഈ 2 ശരീരവും ഇവിടെ കിടന്നു തന്നെ തീരും. കാട് ഗരുത്ത കാട്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു സാറേ. ഇനി നാട് കാണാൻ പറ്റുമെന്ന് തോന്നല്ല. ഞങ്ങള് വരുന്നില്ല, ഇവിടെ തന്നെ സെറ്റിൽ ചെയ്താലോ എന്ന് ആലോചിക്കാം. ജീവ, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ആരാടാ റാസ്കൽ? വീരപ്പനോ? വിതിൻ 24 hours നിന്നെ പൊക്കിയിലേക്ക് നോക്കിയോ പട്ടി? ഇതേതാ ഇടയ്ക്കൊരു കുരങ്ങൻ? ഒരുങ്ങിയിരുന്നോ നീ? വന്നേ. അവനെ ഞാൻ മോനെ ജീവ, ഞാൻ എന്ത് വേണേ നിങ്ങൾക്ക് തരാം. എന്റെ ജീവിതം ഈ തകർക്കരുത്. മക്കള് മരത്തിന് മണ്ടത്തിന്റെ ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. എടാ ദ്രോഹി, ഞാനും കൂടെ ഒന്ന് സംസാരിക്കട്ടാ. ചിറകിന് പകരം ഒരു കട്ടിലല്ലേ മുതുകില്? പറന്ന് വാ. ദൈവമേ, മരത്തിൽ വീണവന്റെ കൈയും കാലും ഒടിഞ്ഞിരുന്നെങ്കിൽ. ഞാൻ കെട്ടിയ താലി അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോവാം. അതിലും ഭേദം ആറ്റി ചാടി ചാവുന്നതല്ലേ മോനെ. എന്നാ ഞാൻ ഇവിടുന്ന് ചാടി ചാകാൻ പോവാ. അയ്യോ, എന്നെ കൊതിപ്പിക്കല്ലേ കുട്ട. അല്പം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. എന്റെ മഹേന്ദ്രൻ സാറേ, പ്രതീക്ഷയെ വേണ്ട. ഞങ്ങൾക്ക് ജീവനെ കണ്ട് സംസാരിക്കണം. നല്ല കാര്യങ്ങളാ. വരട്ടെ. വേണ്ട സാർ, അവസാന തടവ് നോക്കി. നല്ലതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. എനിക്ക് ഭാഗ്യമില്ല. അങ്ങനെയൊന്നും പറഞ്ഞ് സ്വയം ചെറുതാവണ്ട. ഭാഗ്യം നിന്നെ തേടി വരുന്നു എന്ന് കരുതിയാ മതി. ഞാനും നമ്പ്യാരും വന്നോട്ടെ. എന്നെ ചതിക്കോ സാർ? സാർ, ഈ കേസിൽ ഞങ്ങൾക്ക് കുറച്ച് ഫ്രീഡം. ജീവ, നത്തിങ് വിൽ ഹാപ്പൻ. സാർ, സാറിനോട് എനിക്ക് ബഹുമാനം കൂടുതലാ. അതുകൊണ്ട് തന്നെ പലതും തുറന്നു പറയാൻ കഴിയില്ല. ആ നിർമ്മാതാവ് വരട്ടെ. ഓക്കെ, അദ്ദേഹം വരും. വഴിയും സ്ഥലവും. വരുമ്പോ കുറച്ച് ഭക്ഷണവും എനിക്ക് സ്നേഹിക്ക് ഓരോ ജോഡി ഡ്രസ്സും വേണം. തിരിച്ചു വരുമ്പോ ഒരു മെനയൊക്കെ വേണ്ടേ? എന്തായാലും ഒരു TV കവറേജ് ഒക്കെ ഉണ്ടാവും. ആ, ഇനി വഴി സ്ഥലവും പറയാം. വാർത്തകൾ വിശദമായി. ചലച്ചിത്ര നടി സ്നേഹയെ കടത്തിക്കൊണ്ടുപോയ കേസിന്റെ അനുരഞ്ജന ശ്രമങ്ങൾക്കായി ചിത്രത്തിന്റെ നിർമ്മാതാവ് NN നമ്പ്യാർ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതായി ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു. ഉയരം കൂടിയ ഒരു വൃക്ഷത്തിലിരുന്നാണ് ജീവൻ മൊബൈലിൽ സംസാരിക്കുന്നത് എന്ന കൗതുകകരമായ വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിടുക്കൻ, അപാര തലയാ. അവന്റെ ആ തലയ്ക്കാണ് വട്ടെന്നും പറഞ്ഞ് എന്റെ അടുത്ത് കൊണ്ടുവന്നത്. മരത്തിൽ കയറിയിരുന്ന് ഫോൺ ചെയ്യുന്നത് സ്നേഹ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണെന്നും എന്നാൽ മൊബൈൽ റേഞ്ച് കിട്ടാൻ വേണ്ടിയാണെന്നും അഭ്യൂഹങ്ങളുണ്ട്. വട്ടം ചിറ്റിക്കാൻ അവൻ പണ്ടേ മിടുക്കനാ. ഈ ഊഹാപോഹങ്ങളൊക്കെ നിലനിൽക്കെ കാട്ടിലൊരു ഏറുമാടമുണ്ടാക്കി സ്നേഹയും ജീവനും കുടുംബജീവിതം ആരംഭിച്ചുവെന്നും പറയപ്പെടുന്നു. അയ്യോ, അപ്പൊ കൊച്ചിനെ കാണാൻ കാട്ടി പോകേണ്ടി വരും. എന്നാ ഫാമിലി ആയിട്ടൊരു ജാലി ട്രിപ്പ് അടിക്കാം. എന്ത്? ഞാൻ സമ്മതിക്കില്ല. അത് തെണ്ടിത്തരമാ. നല്ല ഫസ്റ്റ് ക്ലാസ് വീട് ഇവിടെ കിടക്കുമ്പോ എന്തിനാ ഏറുമാടം? അത് ന്യായം. ഫസ്റ്റ് നൈറ്റ് കാട്ടിലാക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇവിടെ മതി. ഈ തന്തയുടെ വട്ട ആ ചെക്കനും ശരിയാ.